കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പറഞ്ഞ ചില കാര്യങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു. അതിൽ പറഞ്ഞത് പരാതിയൊന്നും വരുന്നില്ല, അതുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല എന്നാണ് അമ്മ ജനറൽ സെക്രട്ടറി ആയ സിദ്ദീഖ് പറഞ്ഞ വിഷയങ്ങൾ. പക്ഷേ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ തന്നെ സംവിധായകൻ കൂടിയായ രഞ്ജിത്തിനെതിരെ ആരോപണം വരികയും ബംഗാളി നടി ആരോപണം ഉന്നയിക്കുകയും സർക്കാരിൻ്റെ മന്ത്രി തന്നെ, സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ അതിനെതിരെ രംഗത്ത് വരികയും സർക്കാർ സംവിധാനങ്ങളും അതിനെ പിന്തുണക്കുന്നവരും രഞ്ജിത്തിന് വേണ്ടി രംഗത്ത് വരുന്ന കാഴ്ചയും കണ്ടു. നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം അതല്ല. 1992 അന്നത്തെ നടിയായ ഉഷ ഹസീനയോട് ഒരു അവതാരകൻ ചോദിക്കുന്ന ചില രംഗങ്ങൾ, അവതാരകൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുണ്ടല്ലോ, നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്. നിങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ടാവും. ഇത് സിനിമ നിങ്ങളുടെ നല്ല അനുഭവങ്ങളായിരുന്നോ, അതല്ല ഇനിയുള്ളവരോട് വരരുതെന്ന് പറയത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളാണോ? എന്തായിരുന്നു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നല്ല അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന കുട്ടികളോടും ഇപ്പോ ഉള്ള അപകടങ്ങളൊന്നും പറ്റാത്ത കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, സിനിമയിലുള്ള ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഒരു മാഫിയ സംഘം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചില വെർമുല ട്രയാങ്കിളിൽ കൈരളി കപ്പൽ പെട്ടതുപോലെ പെടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പെട്ടുപോയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ അനുഭവം. ഇതാണ് ആക്ടറായ ഉഷ 1992 അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. എന്താണ് ഇതിൽ പറഞ്ഞതെന്ന് ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു മാഫിയ സംഘമാണ്. ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയാൽ നമുക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത, ഒട്ടും നല്ലതല്ലാത്ത ഒരു സ്ഥലമാണ്. എപ്പോഴാണ് ഈ വീഡിയോ പുറത്ത് വന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. 1992 വന്ന വീഡിയോ ആണിത്. അപ്പോൾ 1992 വന്ന പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം അന്ന് തന്നെ സ്ത്രീകൾ സുരക്ഷിതരല്ല, ഒട്ടും സുരക്ഷിതരല്ല. ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകളൊക്കെയും ഇത്തരം ഒരു സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് 1992 ഇത്തരം ഒരു അഭിമുഖത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് 2024 എത്തുമ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പോലും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം, നടൻ സിദ്ദീഖുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക്. അപ്പോഴേ കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദീഖ് പറഞ്ഞത് ആർക്കും പരാതിയില്ല, ഒരു പരാതിയും അമ്മയ്ക്ക് വരാറില്ല. ഇത്തരം സംഭവങ്ങൾ 1-2 പേരെ കൂടെ ഇരുത്തിയിട്ടുണ്ട്, അവർക്കൊന്നും ഇത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു, ആരാണ് പരാതിപ്പെടാൻ വരിക? ഇത്തരം ഒരു വൻ സംഘത്തിനെതിരെ ഇവരുടെ അടുത്ത് ആര് പരാതിപ്പെടാൻ വരും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര് പരാതിപ്പെടാൻ വരുമെന്നല്ല, ഈ പരാതിയില്ല എന്ന് പറയുന്ന, പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന നമ്മുടെ മഹാനടനായ സിദ്ദീഖിനെ പറ്റി ഇന്നൊരു അതിജീവിത വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട്. അവര് പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് 20-21 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷൻ്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ട് ആയതിനു ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. അപ്പം അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാൾ ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിൻ്റെ സർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ലൈക്ക്
ലീക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ, ഐ മീൻ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവർ മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. ഹി ഷുഡ് ആസ്ക് ടു ഹിംസെൽഫ്. ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടിൽ എന്താണ് മിറർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. കാര്യം സ്വന്തമായിട്ട് ഇതാണ് നമ്മുടെ അതിജീവിത, നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്നലെ പരാതികളൊന്നും കിട്ടാറില്ല എന്ന് പറഞ്ഞ ഇത്തരം സംവിധാനങ്ങളെയൊക്കെ കൊണ്ടു നടത്തേണ്ട താരങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനത്തെ നയിക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിലെ പ്രമുഖനായ നടൻ സിദ്ദിഖിനെ പറ്റി ഒരു അതിജീവിതയുടെ വെളിപ്പെടുത്തലാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് മുമ്പിലാണ് പരാതിയുമായിട്ട് പോകേണ്ടത്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ പരാതിയുമായിട്ട് എങ്ങനെ പോകാൻ ഒക്കുമെന്നാണ്. ഇതിനുശേഷം ഇവർ ബാക്കി കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത്തരം ഒരു പരാതിയുമായിട്ട് അല്ലെങ്കിൽ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവർ കൃത്യമായിട്ട് അത്തരം കാരണങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഈ സിസ്റ്റമിന്റെ ഒരു പരാജയവും സിസ്റ്റത്തിന്റെ ഒരു കുറവും ഭരണകൂടത്തിൽ നിന്നുള്ള പിന്തുണ കിട്ടാതിരിക്കുമ്പോഴുമാണ് നമ്മൾ ഇത്തരം ഒരു നടപടിയുമായിട്ട് പോയാൽ ഇത്തരം വേട്ടക്കാർക്കൊപ്പമാണ് ഇതിനെ അന്വേഷിക്കേണ്ടതും ഇതിൽ നടപടിയെടുക്കേണ്ടതുമായ ഭരണകൂടങ്ങളും അല്ലെങ്കിൽ ഇത്തരം ഈ സിസ്റ്റം മൊത്തം പ്രവർത്തിക്കുന്നത് എന്നാണ് അവർ തുടർന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യമാണ് ഇതുള്ളത്. അത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു. ഇതിലാകെ ഒരു 10% പോലും വന്നിട്ടില്ല. ഹേമ കമ്മിറ്റിയുടെ പുറത്തു വന്ന വിവരങ്ങൾ, ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ ഒരു 10%, 5% പോലും ആകില്ല. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അതൊക്കെ പുറത്തു വന്ന അത്തരം കാര്യങ്ങളിലൊക്കെ നിയമ നടപടികൾ ഉണ്ടായാൽ പല തലകളും ഉരുളേണ്ടി വരും. പല പ്രമുഖരും ഇത്തരം വേട്ടക്കാരാണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇത്തരം അമ്മ എന്ന സംഘടനയ്ക്ക് പോലും പ്രതികരിക്കാൻ ഹേമ റിപ്പോർട്ട് വന്നിട്ട് 3 ദിവസം എടുത്തു. ആ 3-4 ദിവസം അവരെന്താണ് ചർച്ച ചെയ്തത്, അവരെന്താണ് ആശങ്കയിലാഴ്ത്തിയത് എന്താണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ 1-ാം പ്രതി അല്ലെങ്കിൽ ഈ ഒരു മോശമായ ഒരു സംവിധാനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണോ അമ്മ എന്ന് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ജനങ്ങൾ ഇവരുടെ താരാരാധകരായി മാറിയ ജനക്കൂട്ടമാണ്. അവരെ സിനിമയിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. ഇവർ കൃത്യമായിട്ട് ഓരോ ആളുകളെയും, പുതിയ ആളുകളെയും ഇത്തരം ഒരു സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്ന, ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകളെയും കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അവർ കൃത്യമായിട്ട് എന്താണ് ചെയ്യുന്നത്, രഞ്ജിത്ത് അടക്കം, സിദ്ദിഖ് അടക്കം ഇത്തരം പലരുടെയും പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ട്. ഇത്തരം ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് ഇവിടെ FIRകളോ അല്ലെങ്കിൽ നിയമ നടപടികളോ ഉണ്ടായാൽ ഈ നിലവിലുള്ള നമ്മുടെ ഈ സംവിധാനങ്ങൾ മതിയാവാതെ വരും. പ്രത്യേക കോടതിയും പ്രത്യേക ജയിലറുകളും ഇവർക്ക് വേണ്ടി തന്നെ തയ്യാറാക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം കാലങ്ങളോളം അടക്കി വെച്ച തങ്ങളുടെ രോഷമാണ് ഇവിടെ പ്രകടമാക്കുന്നുള്ളത്. അവരുടെ ഒരു പാഷന്റെ പുറത്ത് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന്റെ പുറത്ത് സിനിമയിൽ വന്നു ചേരുകയും തങ്ങൾ വളരെ ആരാധനാപൂർവം കണ്ടിരുന്ന പല വ്യക്തിത്വങ്ങളും, അത് സംവിധായകരാകട്ടെ, പ്രൊഡ്യൂസർമാരാകട്ടെ, അല്ലെങ്കിൽ ഇത്തരം നടന്മാരാകട്ടെ, ഇവരുടെ അടുത്തു നിന്നും വളരെ മോശമായ അനുഭവങ്ങളാണ് തങ്ങൾക്കുണ്ടായതെന്നാണ് ഓരോരുത്തരുടെയും അഭിമുഖത്തിൽ നിന്നും അല്ലെങ്കിൽ ഓരോരുത്തരും പുതിയ പുതിയ വെളിപ്പെടുത്തലുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ വേട്ടക്കാർക്ക് മുമ്പിൽ എന്താണോ ഇവിടുത്തെ ഭരണകൂടം ചെയ്യേണ്ടത് അത് നടക്കേണ്ടതുണ്ട്. പലരുടെയും മുഖമുടി കാലാകാലം മൂടി വെക്കേണ്ടതില്ല. അവരുടെ മുഖമുടികൾ അഴിയേണ്ടതുണ്ട്. അതിന് എന്താണോ വേണ്ടത് അതിവിടെ സംഭവിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിലകൻ പറഞ്ഞ ആ കാര്യം, മാഫിയ സംഘമാണ് ഇവർ,
മാഫിയ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് തീവ്രവാദ പോലുള്ള പ്രവർത്തനമാണെന്ന് പോലും തിലകൻ അഭിപ്രായപ്പെടുകയുണ്ടായി. കൃത്യമായിട്ട് അത് തന്നെയാണിത്. വൻ മാഫിയ സംഘമാണ്. വർഷങ്ങളോളം എന്താണ് മാഫിയ പ്രവർത്തനം നടത്തുന്ന, അല്ലെങ്കിൽ ഇരകളെ വേട്ടയാടുന്ന വേട്ടക്കാരാണിവർ. ഇവരെ ശക്തമായി ഇവർക്കെതിരെ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അത് എവിടെ നിന്നാണോ ആവശ്യം, അതിന് വേണ്ടി ഇവിടുത്തെ കേരളത്തിലെ ജനത ഒന്നാകെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ രംഗത്ത് വരേണ്ടതുണ്ട്. കണ്ണും കാതും കുറിപ്പിച്ച് ഇതിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ജനങ്ങൾ നോക്കിയിരിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.